അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഈഗിൾ ഗെയിമിങ്ങിൻ്റെ സെർവറിലാണ്. അപ്പോൾ എൻ്റെ സെർവറിലുള്ള മീംസാണ്. റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ റിയാക്റ്റൊന്നും കാര്യമായിട്ട് ചെയ്യില്ല. ഒരു റീല് എന്തെങ്കിലുള്ളവർ കാണാനേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ കൊണ്ട് കാണിച്ചത് അത്ര തന്നെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. വല്ല എഡിറ്റാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ಹಲೋ, ಇನ್ನು ಸರಿಗೆ ಪಳಗಲೆಯಾ? എഡിറ്റാ പോട്ടെ, ആവൂല. നിങ്ങൾ തീട്ടത്തിന്റെ ഫോസിൽ കണ്ടിട്ടുണ്ടോ? ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മൾ ദിവസവും കക്കൂസിൽ നിക്ഷേപിക്കുന്ന തീട്ടവും ഫോസിലാവും. കോപ്രോലൈറ്റ് എന്നാണ് ഇത്തരം ഫോസിൽ തീട്ടങ്ങളെ വിളിക്കുന്നത്. സാധാരണ ഷെല്ലും പല്ലും പോലുള്ള ഹാർഡ് ടിഷ്യൂകളാണ് ഫോസിലൈസ് ആവാറുള്ളത്. പക്ഷേ തീട്ടം പോലൊരു സോഫ്റ്റ് ടിഷ്യൂ എങ്ങനെയാണ് ഫോസിലൈസ് ആവുക എന്ന് നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. തീട്ടവും ഫോസിലൈസ് ആവും. എന്റെ കയ്യിൽ ഇപ്പോൾ കാണുന്നത് ഏകദേശം 2 കോടി വർഷങ്ങൾക്ക് മുന്നേ മഡഗാസ്കറിലെ ഏതോ ചതുപ്പിൽ ജീവിച്ച ഒരാമ ഏതോ ദിവസം ഇട്ട അപ്പിയാണ്. അപ്പിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചതുപ്പിലെ സെഡിമെന്റ്സ് വന്ന് മൂടി. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ അപ്പി വെള്ളത്തിൽ ലയിച്ച സിലിക്ക ഓർഗാനിക് മാറ്ററിനെ മാറ്റി മിനറലൈസ് ചെയ്തത് കൊണ്ടാണ് ഫോസിലായി മാറിയത്. അപ്പി തീട്ടം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറപ്പായിരിക്കും എന്നറിയാം. പക്ഷേ ഇതിപ്പോൾ ടെക്നിക്കലി അപ്പിയല്ല, ഇതൊരു കല്ലാണ്. അതായത് കാണാൻ അപ്പിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കല്ല്. ഇതിന്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ നോക്കിയാൽ ജീവി കഴിച്ച ഭക്ഷണം വരെ നമുക്ക് കണ്ടുപിടിക്കാം. ചില കോപ്രോലൈറ്റുകളിൽ എല്ലിന്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണാറുണ്ട്. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്കിതിനെ അപ്പിക്കല്ല് അല്ലെങ്കിൽ തീട്ടക്കല്ല് എന്ന് വിളിക്കാം. പണ്ട് ജീവിച്ച ഒരുപാട് ജീവികളുടെ തീട്ടം ആ തീട്ടക്കാരിലൊന്നും നിങ്ങൾ തേടിക്കുക, എനിക്ക് വേണ്ട. പറ്റാണെങ്കിൽ തിന്നും ചെയ്തു അല്ല, പിന്നെ ഓരോ സാധനം വരും. നെറ്റ് സ്ലോണാ. സത്യം സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു ട്രാൻസ്ലേറ്റ് വന്നു. ഇതിൻ്റെ അമ്മ അതിന് ശേഷം പിന്നെ ഇത് തുറന്നുകൂടാ. ഇൻസ്റ്റന്റ് ഫുള്ളാക്കാൻ എങ്ങനെ ഉള്ളൂ. ആവില്ല, എഡിറ്റ് ആണോ ആവില്ല, എടുത്തോട്ടെ. ഇവൻ്റെ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന കുറേ ഉണ്ട്, നല്ല വരയ്ക്കുന്നവരാ. അതുകൊണ്ട് വരയ്ക്കും, അപ്പം കാണാൻ മൂടില്ല. അപ്പം എന്താ അങ്ങനെ കുറച്ചെണ്ണം നല്ല കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? അതുമില്ല. എന്താ നിനക്ക് പറയണ്ടേ? Hi guys, let's talk about provoking. ഒരുത്ത പ്രോക്കെ വന്ന തിരിച്ച് പ്രൊവോക്ക് ആവുന്നത് മാസാണെന്ന് വിചാരിക്കരുത്. നിനക്ക് നിന്നിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല, നിനക്ക് നിന്നിൽ ഒരു വിശ്വാസവും ഇല്ല എന്നുള്ളതിന്റെ ഇൻഡിക്കേഷനാണ് നീ പ്രൊവോക്ക് ആവുന്നത്. എടാ, ഒരുത്തൻ നീ ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തിന് നിന്റെ ഓപ്പോസിറ്റ് വന്നു നിന്ന് നിന്നെ പ്രൊവോക്ക് ചെയ്യുമ്പം അവിടെ പ്രൊവോക്ക് ആവേണ്ട ആവശ്യം എന്താണ്? നിനക്കറിയാം നീ എന്താണെന്ന്. നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവന്മാര് നീ എന്ത് തേങ്ങിയെന്ന് പറഞ്ഞാലും നീ കേറേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു നോ ദാറ്റ് നീ എന്താണെന്ന്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ വിന്നിലേക്ക് അടുക്കുമ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ നമ്മുടെ ചുറ്റിലും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. നീ ആ വിന്നെന്നുള്ളതിന്റെ പടി ഒന്ന് കേറി നോക്ക്. നീ ഇരുന്ന് നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നവന്മാര് തന്നെ നിന്റെ ചുറ്റിലും വന്ന് നിനക്ക് വേണ്ടി കഴിയും. സോ ഗൈസ്, പ്രൊവോക്കേഷനിലെ വീഡിയോ നല്ല മോട്ടിവേഷൻ, അടിപൊളിയും. പക്ഷേ പ്രോക്ക് എന്താ പറഞ്ഞൂടാ? പ്രോക്ക് പറഞ്ഞ എന്താ, വല്ല കളിയാക്കുക അങ്ങനെ എന്തിനാണോ ആയിരിക്കും. പ്രോക്ക് അടിക്കാൻ അങ്ങനെ തോന്നിയേ റിയാക്ഷൻ കൂടിയാണുള്ളത്. പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടിയെന്നതിനെ വേണ്ടത് ഒരു ആനന്ദ സമിതി രൂപീകരിക്കണം. പുലി നാട്ടിലിറങ്ങിയാല് ഈ ആനന്ദ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുക. കമ്മിറ്റി കഴിയുന്നവരെ പുലി സത്യം
മൂപ്പര് ആദ്യം ഫസ്റ്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാലേ പറഞ്ഞത്, പിന്നെ കോമഡി തന്നെയാണ്, കോമഡി ആയിട്ട് തന്നെ പറയണേ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പിന്നെ എല്ലാ ഇതിലും കാണും, ഇൻസ്റ്റാ ഫീൽഡിൽ എല്ലാവരും കാണാനുണ്ട് ഡാൻസ്. ഡോഗ് വേഴ്സസ് കാറ്റ് വൺ സം വൺ ബ്രേക്ക് ഇൻ ടു ഹൗസ്. നോക്കിക്കോളാം. I started growing my own catnip, so if you... Oh, my bad, bro. I thought you were my owner. Gold, money, everything is upstairs. If you want to invest into it, you can... സത്യം, വല്ല പൂച്ചനൊക്കെ പോറ്റി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. സത്യമാണ്, ഇല്ലാത്തൊന്നല്ല, ഒരു കാര്യമില്ല. അങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക അല്ലാണ്ട് റിയാക്റ്റും ചെയ്യില്ല. തെണ്ടി പൂച്ചകൾ തിന്ന് അവിടെ തന്നെ കടന്നുറങ്ങും. ഇതിന് പറ്റുമോ? എന്താ ആവശ്യത്തിന് അതിനൊക്കെ മേടിക്കുന്നത്? ആ സമയത്ത് വല്ല നായിനോ വല്ല പുലിനെങ്ങാനും മേടിച്ച് പൊറ്റിയത് അല്ല. പിന്നെ എത്ര പിന്നെ കാണുന്നില്ല. ആണോ AMS വേണ്ടി വരും ഓനിങ്ങി. അതൊക്കെ സെറ്റായിട്ടും ഇനി ഓന് വല്ല കളി പറ്റാൻ പറയും. എൻ്റെ പൊന്നോ പിങ്ങാണ് എടാ പിങ്ങാണ്, എടാ ലേഗാണ്, പിങ്ങാണ് പറയും. എല്ലാവരും അങ്ങനെ തന്നെ, പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എന്തൊക്കെ ഒന്ന് കാണിക്കാൻ ചില പിക്ചറൊന്നുമില്ല. അതെ കണ്ടതാ ഈഗോൻ്റെ അണ്ണ കൊള്ളാമോ എഡിറ്റ്. എന്തോന്ന് പോലെ ഓൻ പാടിയതായിരിക്കും അല്ലേ? അങ്ങനെ കാര്യക്കെത്തിയിട്ടോ. എന്നാല് അണ്ണ ഈ പയ്യനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, നല്ല കഴിവുണ്ട്, കൈവേറിയാണ് തോന്നുന്നു. ആരാന്നാണ് പേരും. ആ പറച്ചിലിന് തോന്നി കഴിവുണ്ട് പറഞ്ഞപ്പോ കൈവേറിയിരിക്കുന്നു. അങ്ങോട്ട് PhD കൊടുത്താണ്ട് ചെല്ല്, അതിന്റെ മുകളിലാണ് നിൽക്കാനൊക്കെ. ഇതെന്തോ ലൊട്ട വീഡിയോ പഠിച്ചോനെ. ഞാൻ പോവാ. നല്ലൊരു ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പോനൊന്നും വല്ല കാറിൻ്റെ എഡിറ്റ് എങ്ങാനും വരികയായിരിക്കുന്നത്. കവു ഞാൻ പറയില്ല അവർക്ക്. അങ്ങനെ കുറയണം. ചേണ്ണ പാട്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ എന്ന്. എൻ്റെ ഫുൾ സപ്പോർട്ട്. ലൈവായിട്ട് ഹാക്ക് ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റും. എന്റെ ഫോൺ തന്നെ വേണമെന്നില്ലേ? വെറുതെ എന്തെങ്കിലും കുഴപ്പമില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് മല്ലു ഡിസ്കവറി TV. അതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഹാക്ക് ചെയ്യാം. എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ ചാനൽ ഇവിടെ ഈ QR കോഡ് ചെയ്യുന്നത്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോകും. ആ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യാം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സ്കാൻ ചെയ്തോ? സ്കാൻ ചെയ്തോ? സ്കാൻ ആയിട്ടുണ്ടല്ലേ? അതില് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിക്കുമല്ലോ. ഇതിനായി ഇൻസ്റ്റാഗ്രാമാണോ? ഓക്കെ, അത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. അല്ലല്ലോ കൊടുക്കല്ലേ? ഓക്കെ, ഇവൻ്റെ കാണാനുണ്ട്. സീനാണ്. ഏതാ ചെക്ക ആളെ പറഞ്ഞു പറ്റിച്ചേണ്ട. അവളോട് പോയി പറഞ്ഞാൽ എന്താ, എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, ആരതെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് അവളെ തന്നെ എടുത്ത് വാങ്ങി കൊടുത്തു. അവൾക്ക് പേടിയല്ല. ഏതാ സത്യമാണ്. ബാക്കിയുള്ളവരെ തുരപ്പന്മാരിങ്ങനെ വരും, എന്നിട്ട് അമ്മക്കിട്ട് താങ്ങും.
അനിമയെ കാണാനില്ല, പക്ഷെ അനിമിൻ്റെ എഡിറ്റ് കാണില്ല. സോറി. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് രാവിലെ മറ്റേ കൗസല്യ സുപ്ര ആ പാട്ടൊക്കെ പാടുന്ന അമ്പലത്തിന്റെ അവിടെ ഉറങ്ങിയിരിക്കുക. രാവിലെ എനിക്ക് പ്രശ്നം. നല്ല മോട്ടിവേഷൻ. അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. കണ്ടത് നമ്മളെല്ലാവരും കണ്ട. ഇപ്പം കാണാത്ത ആരും ഉണ്ടാവില്ല അറിയില്ല. അത്ര ആൾക്കാർ വ്യൂസ് ഉണ്ടാ ചങ്ങയ്ക്ക് ആ വീഡിയോക്ക്. എന്താ ഫോട്ടോ ആയിരുന്നത്? ഫോട്ടോ അല്ലേ? ശരിയാ, ഒന്നൊന്നും ഇപ്പം നമ്മൾ സെയിം കാര്യമാണ്. അത് വൺ സീനല്ലേ ആ കാറിൽ CIDൻ്റെ ഇതിട്ട് ഇങ്ങനെ ചെയ്തിട്ടാണ്. ഫസ്റ്റ് കാർ അനിമേഷൻ അല്ല റണ്ടറാണോ? റണ്ടറാണുള്ളത്. നമ്മൾ ബസ്സിൽ കൈവേറിയാണ്. ഒന്നും പറയാനില്ല. നല്ല നല്ല എഡിറ്റ് കൊള്ളാ. അങ്ങനെ എഡിറ്റൊക്കെ കാണാൻ എന്നെ കണ്ട മൈൻക്രാഫ്റ്റ് ആണല്ലോ. അല്ലാ അണ്ണ ഈ ഹൗസ് ഞാൻ വെറുതെ ബിൽഡ് ചെയ്ത ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ബട്ട് ഇതിൽ അണ്ണന് ഒരു സർപ്രൈസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടുന്നത്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ഡർ സെറ്റിംഗ് കുറക്കാൻ മാത്രം ചെറിയ ലാഗ് ഉണ്ടാവും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആ അണ്ണനെ കാണില്ല, നല്ലോണം അറിയില്ല ചെങ്ങായിക്ക്. അണ്ണൻ പറഞ്ഞതാണ് മൈൻക്രാഫ്റ്റിൻ്റെ ഫാനല്ല ഞാൻ, മൈൻക്രാഫ്റ്റിൻ്റെ ഫാനല്ല. പിന്നെ എന്ത് മാകാണ്ടിക്ക് ഇട്ടതാ മുപ്പര്. ആ തുറന്നൊക്കെ ചോദിക്കാലപ്പം എന്തായാലും അണ്ണനല്ല, അപ്പം ഞാനാ തുറന്നു നോക്കണം. സോറി മച്ച. ഓൻ പറഞ്ഞാൽ നല്ല ലാഗും ഉണ്ട്. സർപ്രൈസ് ഇതായിരിക്കും. ഇതാണ് സർപ്രൈസ്. അവിടെ ഇരുന്ന് ലൈവ് കാണാന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. നല്ല സർപ്രൈസ്. ഉപ്പിട്ട് വെക്ക്. കഞ്ഞുണ്ടോ? കുറച്ചുണ്ടല്ലോ. എവിടെയാ ഒന്നാവട്ടെ. ബിൽഡ് ചെയ്ത് തുടങ്ങി പഠിച്ചു വരുത്താനാണ്. ഇതാണ് സർപ്രൈസ്. നല്ല സർപ്രൈസ്. അടുത്ത നോക്കട്ടെ. ഇതൊക്കെ കണ്ട് മടുത്തിപ്പം ഇങ്ങനത്തെ ഇങ്ങനെ കുറേ കണ്ട് ശീലമായി കഴിഞ്ഞ് മതിയായി. ഇവിടെ എന്താ ചിന്തിക്കുന്നുവോ അവിടെ ശൗച. ഇവിടെ ചിന്തിക്കുന്ന അവിടെ ശൗചാലയം. പണ്ടൊക്കെ മലയാളം വായിക്കാൻ അറിയില്ല ഒന്ന്. വീട് കഴിഞ്ഞിട്ട് നിർത്തിയാലോ? രണ്ടൊന്നും ഉണ്ടോ കാര്യമായിട്ട്? ഇതാ ഇവിടെ അല്ലാണ്ട് കാണാം. അത് കഴിഞ്ഞ് പിന്നെ ഡ്രോയിങ്ങിലാണ് കഴിഞ്ഞ് നിർത്താം. സോറി, ഞാൻ ക്രിക്കറ്റ് ഫാനല്ല. ഇത് പാട്ടാണ് ഓർമ്മല്ലേ? പാട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് കണ്ടിഞ്ഞ് നിർത്താം. I take it like
അതെ, അവൻ്റെ ഡ്രീമിൻ്റെ ബാക്കിൽ അങ്ങനെ പോകണമാണല്ലോ. അപ്പോൾ പിന്നെ സ്പീഡ് മോട്ടിവേറ്റ് ആയി ചിലപ്പോൾ അവൻ്റെ ഡ്രീമിൻ്റെ ബാക്കിലൊക്കെ പോയി കാണും. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ. ഇതിപ്പോൾ ലോകം ഇപ്പം തന്നെ 15 മിനിറ്റായി. ഒരു 10 വീഡിയോ ആടുമ്പോഴത്തേക്ക് 15 മിനിറ്റ് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും പണ്ടരൊക്കെ കാട്ടി കൂടുക. അപ്പോൾ ശരി എന്നാൽ, ബൈ ബൈ.